Guys, welcome back to Encyclopedia. Loka Chapter 1 Chandra. സോ ദുൽഖർ സൽമാൻ്റെ ഫിലിംസിൻ്റെ വേഫെറർ സിനിമാറ്റിക് യൂണിവേഴ്സ്, ആ ഒരു യൂണിവേഴ്സിന് അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഫിലിമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ 5 പടങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ് എന്നാണ് ഇതിൻ്റെ മേക്കേഴ്സ് പറഞ്ഞത്. സോ 5 പടങ്ങളിലെ ഫസ്റ്റ് ഫിലിമായ ചന്ദ്ര, ഈ ലോക യൂണിവേഴ്സിലെ ഫസ്റ്റ് പടമായ ചന്ദ്ര, ചാപ്റ്റർ 1 ആയ ചന്ദ്ര തിയേറ്ററിൽ നിന്ന് കണ്ടു വന്നിരിക്കുകയാണ്. സോ കേരളമല്ല, ഇപ്പോൾ ഇന്ത്യ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പടം. കാരണം 30-35 കോടി ബഡ്ജറ്റ്, ലിമിറ്റഡ് ബഡ്ജറ്റിൽ വേറെ ലെവൽ മേക്കിങ്ങും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന റിവ്യൂ വയ്ക്കുന്ന എല്ലാവരും പറയുന്നത്. കണ്ട പ്രേക്ഷകരൊക്കെ അങ്ങനെയാണ്. സോ അങ്ങനെ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സമയത്താണ് ഞാനും പോയി പടം കണ്ടത്. സോ എൻ്റെ ഒപ്പീനിയൻ ഈ പടത്തിനെ കുറിച്ചിട്ട് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്ലസ് പടത്തിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളും പറ്റി ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ അധികം നീട്ടി വലിക്കാണ്ട് നമുക്ക് റിവ്യൂയിലോട്ട് എടുക്കാം. സോ ലോക, സോ ആസ് എ മലയാളി, ആസ് എ ഫിലിം ലവർ പറയുകയാണെങ്കിൽ, ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിടിലൻ പടം, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ മാർവൽ, DC ഇതൊക്കെ ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ ഫാൻറ്റസി ബേസ് ചെയ്തിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഫിലിംസൊക്കെ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷും അല്ലാത്തതൊക്കെ TVയിലും ഫോണിലും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ കണ്ട് വളർന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന്, എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി ആയാലും സ്റ്റോറി ടെല്ലിംഗ് ക്വാളിറ്റി വൈസ് ആയാലും ഇമ്പാക്റ്റ് തരുന്ന ഒരു സാധനം നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു യൂണിവേഴ്സിൻ്റെ അണ്ടറിലൊന്നും അങ്ങനെയൊന്നും നമുക്ക് കൺസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ കാലമാണ്. മാർവൽ അവിടെ അവരെ യൂണിവേഴ്സ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എല്ലാവരും സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം തമിഴിൽ LCU ഉണ്ട്, ഹിന്ദിയിൽ YRF സ്പൈ യൂണിവേഴ്സ്, പിന്നെ അതിനൊപ്പം നമ്മുടെ മാഡോക് ഫിലിംസിൻ്റെ ഹൊറർ കോമഡി യൂണിവേഴ്സ്, അങ്ങനെ ഇനിയിപ്പം തെലുങ്കിൽ കൽക്കി ഉണ്ട്. അങ്ങനെ കുറേ യൂണിവേഴ്സൊക്കെ ഉണ്ടാകുന്ന കാലത്ത് നമുക്ക് എപ്പോഴാണ് ആ ഒരു യൂണിവേഴ്സ് കിട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ദുൽഖർ സൽമാൻ ഈ ഒരു വേഫറർ യൂണിവേഴ്സ് എന്നുള്ള ട്രീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇത് ബാക്കിയുള്ള യൂണിവേഴ്സ് പോലെയല്ല, പ്രോപ്പർ പ്ലാനിങ്ങോടെ തന്നെ എൻ്റെ ക്രിയേറ്റേഴ്സ് ഒടുക്കം മുന്നിൽ കണ്ടിട്ട് തന്നെ തുടക്കം എഴുതി തുടങ്ങിയ ടീംസാണ്. അല്ലാണ്ട് ചുമ്മാ ഒരു സിനിമ എടുത്തു, പിന്നെ അതിലെ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ടും ഇട്ട് വേറൊരു സിനിമ എടുത്തു, സോ എന്തുകൊണ്ടൊരു യൂണിവേഴ്സ് ആക്കിക്കൂടാ എന്ന് ശേഷം ചിന്തിക്കുന്ന മൈൻഡ് സെറ്റല്ല. കഥാപാത്രങ്ങളെയും കഥയെയും എല്ലാത്തിനെയും പ്രോപ്പറായി സെറ്റ് ചെയ്ത് ഒരു പക്ക ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങും എല്ലാം റെഡിയാക്കിയതിന് ശേഷം, ഒരു ഹോൾ സ്റ്റോറി റെഡിയാക്കിയതിന് ശേഷം ഫസ്റ്റ് പാർട്ട് എടുത്ത് റിലീസ് ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് കംപ്ലീറ്റ്ലി ലോക തോന്നിയത്. അത് തന്നെയാണ് എൻ്റെ മേക്കേഴ്സ് ഇൻ്റർവ്യൂസിലും പറഞ്ഞത്. സോ ഒരു തട്ടിക്കൂട്ടി യൂണിവേഴ്സ് അല്ല, ബാക്കി യൂണിവേഴ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ LCUവിൻ്റെ കഥ അധോഗതിയിലാണ്. അതുപോലെ YRF സ്പൈ യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ ഏറ്റവും മോശം യൂണിവേഴ്സ് പ്ലാനിങ് ഇവർക്കുള്ളത്. ഒരു കഥയും തരില്ലാണ്ടാണ് കുറേ ക്യാരക്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമിയോ ഡീപ്പിച്ചിട്ട് ഇവർ ചെയ്യുന്നത്. പിന്നെയും കുഴപ്പമില്ലാത്ത മാഡോക്കിൻ്റെ ഹൊറർ കോമഡിയാണ്. സോ അതുപോലെ ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങോടെ ഇവന്മാർ ഒരു യൂണിവേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല വരാൻ സാധ്യത ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആ ഒരു ഫീല് തരുന്ന ഒരു ഫിലിമായിട്ടാണ് ലോക ആസ് എ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എനിക്ക് തോന്നിയത്. പിന്നെ മേക്കിംഗ് ഒക്കെ എന്ത് രസമാണോ. 35 കോടി ബഡ്ജറ്റിൽ വേറെ ഏത് ഇൻഡസ്ട്രി ഇത്രയും കിടിലൻ, നമ്മൾ പറയണ ഹോളിവുഡ് ലെവൽ തന്നെ പറയാം. കാരണം ഹോളിവുഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, VFX വർക്ക്, ക്യാമറ പരിപാടികളൊക്കെ ഈ സിനിമയിൽ നമുക്ക് സാധിക്കുക. വേറൊരു ഇന്ത്യൻ സിനിമയിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പർ നാച്ചുറൽ ജോണറിൽ വരുന്ന ഒരു സിനിമയിൽ നമുക്ക് സാധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കൽക്കി എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ ഒന്ന് ആലോചിക്കണം. കൽക്കി സിനിമയുടെ ബഡ്ജറ്റ് ഈസ് അറൗണ്ട് 600 crore. സോ 600 crore അവന്മാർക്ക് അത്രയും വലിയ സെറ്റ് VFX കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ 35 കോടി. അവിടെ വേറെ ചില ഇൻഡസ്ട്രികളിലൊക്കെ നടന്മാരുടെ സാലറിയുടെ പകുതിയാണ് 35 കോടി എന്നൊക്കെ പറയുക. അല്ലെങ്കിൽ അവന്മാർ ഐറ്റം സോങ്സിനും അല്ലാണ്ട് സോങ് സീക്വൻസിന് മാത്രം യൂസ് ചെയ്യും 50-75 കോടിയോളം. മറ്റേ ഗെയിം ചേഞ്ചർ ശങ്കറിൻ്റെ ഫിലിമിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ വെറും 35 കോടി ബഡ്ജറ്റിന് ഓവറോൾ ഒരു ഇത്ര ഔട്ട്പുട്ട്, ആക്ടിങ് ഭാഗമാവട്ടെ, മേക്കിംഗ് ആവട്ടെ, പ്രൊഡക്ഷൻ, ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പുലർത്തിയ, ടെക്നിക്കൽ സൈഡ് മാത്രമല്ല സ്റ്റോറി, ഒരു സിനിമേൻ്റെ ഏറ്റവും
കോർ രണ്ട് സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ ഇമോഷൻസുമാണ്. അത് ഗംഭീരമായി നീറ്റായി ചെയ്ത് ഈ മേക്കിങ്ങും എല്ലാം കൂടെ ഇത്രയും വെറും 35 crore ബഡ്ജറ്റിൽ ഒതുക്കി കാണുന്ന പ്രേക്ഷകന് വി ആർ ഇൻ ടു എ വെരി ഡീപ്ലി യുനോ ഇൻട്രസ്റ്റിംഗ് വേൾഡ് എന്നൊക്കെയുള്ള ഒരു രീതിയിലൊരു തോട്ടൊക്കെ ഒരു ചിന്ത ഒക്കെ സമ്മാനിച്ച ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു സിനിമ 35 crore വരിക എന്ന് പറഞ്ഞാൽ വലിയ വലിയ നേട്ടമാണ്. ബെഞ്ച് മാർക്ക് ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് തന്നെ പറയാം. സോ അത് ആദ്യമായിട്ട് നേടിയിരിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, ഈസിലി മലയാളം സിനിമ ഇൻഡസ്ട്രി അമ്മാതിരി പരിപാടിയാണ് അവന്മാർ ചെയ്ത് വെച്ചത്. സോ മേക്കിങ്ങിനും ഇതിനെയൊക്കെ പറ്റി പറഞ്ഞു. ഇനിയിപ്പം ഇതിലെ മെയിൻ പോസിറ്റീവ് ഇതിൻ്റെ സ്റ്റോറി തന്നെ. അരുൺ ഡൊമിനിക് റിട്ടേൺ വെരി വെൽ. ശാന്തി ബാലചന്ദ്രൻ പുള്ളിക്കാരത്തെയാണ് സിനിമ എഴുതിയത്. വളരെ ഒരു എഴുത്തിലാണ് ഒരു സിനിമയുടെ പവർ. സോ ഇവന്മാർ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ എസ്പെഷ്യലി മലയാളം ഫോക്ക് ലോർ, ഹിന്ദു മിത്തോളജിയെക്കാളും മലയാളം ഫോക്ക് ലോറിലെ ലെജൻസ് അല്ലെങ്കിൽ നമ്മുടെ കെട്ടുകഥകളൊക്കെ ഉള്ള അതിലെ കുറേ ഫിക്ഷണൽ ക്യാരക്ടേഴ്സായ ഈ സ്പോയിലേഴ്സ് ആവും മുന്നോട്ട്. സോ ഫിലിം ഇതുവരെ കാണാത്തവർ സ്കിപ്പ് ചെയ്യുക. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതിലെ ക്യാരക്ടേഴ്സിനെയും ഇവരെയൊക്കെ ട്രൂ ഐഡൻറ്റിറ്റിയും ക്യാമിയോസും എല്ലാം അറിഞ്ഞാണ്. സോ ഞാൻ സ്പോയിലർ ടോക്കിലേക്കാണ് പോകുന്നത്. അല്ലാണ്ട് എനിക്ക് റിവ്യൂ കംപ്ലീറ്റ് ഫുള്ളസ്റ്റിൽ പറയാൻ പറ്റില്ല. സോ ബാക്ക് ടു ലോക. നമ്മുടെ മലയാളം ഫോക്ക് ലോറിലെ റിനൗണ്ട് നെയിംസ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചോറ് തിന്നാനും ഉറക്കാനൊക്കെ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞ് മുത്തശ്ശി കഥകളും അതിലേക്ക് മെയിൻ ആൾക്കാരായ നമ്മളെ നീലി, കല്ലിയങ്കാട്ട് നീലി, മാടൻ, ഒടിയൻ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ലെജൻസ് ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ലെജൻസിനെ എടുത്തിട്ട് ഒരു മോഡേൺ എറയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ജെൻസിഫിക്കേഷനൊക്കെ ചെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവർ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരൊരു അവഞ്ചേഴ്സ് ലെവൽ ത്രെറ്റായി മാറുമ്പോൾ ഈ ഒരു ലെജൻസ്. സോ ഞാൻ പറഞ്ഞ നീലി, മാടൻ, ചാത്തൻ, ഈ ലെജൻസൊക്കെ ഒരു അവഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ ഒരു വലിയൊരു ലീഗായിട്ട് ഇപ്പോഴും നമ്മുടെ ലിവ് എമംഗസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുക. എത്ര മോഡേൺ അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അതാത് കാലത്തും അവർ ഒളിച്ച് ജീവിക്കുന്ന എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടുമായിട്ട് ഇവന്മാർ വന്നു. ഇനി അത് പോകെ ഒരു അവഞ്ചേഴ്സ് പോലെ അല്ലെങ്കിൽ നമ്മുടെ DC, മാർവൽ അതുപോലെ തന്നെ ഒരു വലിയ ഒരു ടീമപ്പ്, അതുപോലെ തന്നെ എല്ലാവരും ഒരു സിനിമയിൽ വരിക, ഒരു ബിഗ് എൻഡ് ഗെയിം ലൈക്ക് ഒരു ക്ലൈമാക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഹീറോസിൻ്റെ ഒരു സൈഡ് നല്ല കുറച്ച് നമ്മുടെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ചാത്തൻ, നീലി, അങ്ങനെ ഒരു ടീം. പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വില്ലന്മാരുടെ ഒരു സ്ക്വാഡ്. ആ വില്ലന്മാരൊക്കെ ആരാണെന്ന് നമുക്കറിയില്ല. അത് സിനിമ ഭാവിയിൽ വരുന്ന യൂണിവേഴ്സിൽ വരുന്ന ശിനിമകളിൽ കൂടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ എന്നിട്ട് ഇവരുടെ അവസാനത്തെ 5ാമത്തെ സിനിമയിൽ ഇവിടെ ഒരു ബിഗ് ബാങ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഐഡിയ ആണ്. സോ ഇങ്ങനത്തെ ഐഡിയ പറയാമല്ലോ. കൽക്കി വന്നോടെ ശേഷം നമുക്ക് ഒരു ഇത് കിട്ടി. ഇനിയിപ്പം ഭാവിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മിത്തോളജി അല്ലെങ്കിൽ നമ്മൾ കേട്ട നമ്മുടെ റൂട്ട്സിൽ നിന്നുള്ള കഥകൾ ഒരു മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് സൈഫൈ ജോൺറയിൽ നല്ല ബഡ്ജറ്റിലൊക്കെ കാണിക്കാൻ വെച്ചാൽ നല്ലൊരു ഈ ഹോളിവുഡൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും വലിയ വലിയ പരിപാടികളിലേക്കൊക്കെ പോകാം യൂണിവേഴ്സ്. ഇപ്പം ആര് ചെയ്യും, എങ്ങനെ ചെയ്യുന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഡൊമിനിക് അരുണും കൽക്കി ടീമും DQ സൽമാനും ദുൽഖറൊക്കെ വന്നിട്ട് 35-40 കോടി ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ അങ്ങ് ചെയ്ത് ഞെട്ടിച്ച് കാണിച്ചു. അത്രയാണ് എനിക്ക് ലോകേനെ പറ്റി പറയാനുള്ളത്. സിംപ്ലി നീറ്റ്. അത് 35-40 കോടി ബഡ്ജറ്റേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഗോഡ് ലെവൽ VFX ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ മുകളിലൊരു പടി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. കാരണം ആക്ടേഴ്സ് ഇതിൽ കുറേ കെമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്കുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ മേക്കിങ്ങിനും എല്ലാത്തിനും കൂടെ അവർ ചെയ്യുമ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ പാളല്ല ചെറിയ വളരെ നിപ്പിക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മൈന്യൂട്ട് ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ മറന്നു പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് പവർ, സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ ഫോക്കസ് ചെയ്തെടുത്തിട്ട് സ്റ്റോറിയിലേക്ക് നമ്മൾ ലയിപ്പിച്ചാൽ നമ്മളതൊന്നും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രില്യൻസിന് അവർക്ക് കൈയടിച്ചേ കൊടുത്തു. അല്ലെങ്കിൽ അത്രയും വലിയ ആരും നിങ്ങളൊക്കെ 0x ഇട്ട് കണ്ടാലൊക്കെ കാണാൻ പറ്റുന്ന ചില ക്യാമറ ഗിമ്മിക്സ്, ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ
അതിന് ചെറിയ VFX ഇളകൽ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് സൂപ്പർ ഹീറോ സിനിമയും അതുപോലെ സൈഫൈ വലിയ ഈ ഗ്രാഫിക്സിലൊക്കെ ചെയ്ത പടങ്ങൾ കണ്ടുകൊണ്ടാണ് എനിക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. ആസ് എ നോർമൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ മുഴുകിപ്പോയിട്ട് ആരും അത് ശ്രദ്ധിക്കില്ല. ഇനി OTT വരുമ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കല്ലാണ്ട് തിയേറ്ററിൽ നിങ്ങളത് കാണാനുള്ള ശ്രദ്ധിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾ ഒരു ഹാർഡ് കോർ സിനിമ അനലൈസറാണ് മാത്രമേ ശ്രദ്ധിക്കൂ. സോ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ കണ്ടെന്നേ ഉള്ളൂ. ബട്ട് ആ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസിലുള്ള ആരാണ് ഇതിനെയൊക്കെ ഒരു മോശമായി കണക്കാക്കുക? ഓരോ തിയേറ്റർ ടേണിങ് ഇൻസ്റ്റു സ്റ്റേഡിയം എലമെൻസും ഉണ്ട്. നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഇത് ഈ ഫിലിമിൻ്റെ പാറ്റേൺ നമ്മളെല്ലാ ഹോളിവുഡ് സിനിമ അതുപോലത്തുള്ള സിനിമകൾ കണ്ടു വന്നതാണ് പോലും നമ്മുടെ എലമെൻസ്, നമ്മുടെ നാട്ടിലെ എലമെൻസ് അതിലേക്ക് ചേരുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ്. കാരണം നമ്മുടെ അവെഞ്ചേഴ്സിലൊക്കെ കണ്ട സാധനമാണ്. ഇപ്പംമാർ കുറേ അവിടുന്ന് അയൺമാൻ ഫിലിമിൽ നിന്ന് അയൺമാൻ വരുന്നു, ക്യാപ്റ്റൻ അമേരിക്ക, തോർ ഇവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് അറിയാം ഒരു പാറ്റേൺ എങ്ങനെയാണ്. ബട്ട് ഇവിടെ വരുന്നത് അവരാരുമല്ല. ഈ അയൺമാനും ഇവരും ഒന്നുമല്ല, ഫിക്ഷണൽ കോമിക് ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. നമ്മൾ കേട്ട് കുട്ടിക്കാലത്ത് വളർന്ന നമ്മുടെ ആൾക്കാരൊക്കെ അത് നല്ല നീറ്റ് ആൻഡ് സിനിമാറ്റിക് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായ ഒരു ഇൻട്രസ്റ്റ് വന്നു. ആ അങ്ങനെ ഇൻട്രസ്റ്റിംഗ്ലി ക്യാപ്റ്റിവേറ്റ് ചെയ്ത് മേക്കിംഗ് വൈസും എല്ലാ വൈസും ആക്ടിങ് വൈസും മ്യൂസിക്കൊക്കെ കിടിലൻ. ജെയ്ക്സ് ബിജോയിൻ്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് വർക്ക് ഒക്കെ ചെയ്ത് ഇൻ്റർനാഷണൽ ലെവൽ സാധനമാണ്. പടത്തിൻ്റെ പൾസിന് പറ്റിയൊരു സാധനം എല്ലാം കൊണ്ടും പിടിച്ചിരുത്തിയ വേർത്ത്. മലയാളികളുടെ ലെജൻസ് മലയാളികളെ മറ്റേ ഫോക്ലോറിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് പോലും ഓൾ ഇന്ത്യയിലെല്ലാവരും ഇതിന് പോസിറ്റീവ് അറിയുന്നു. അവർക്കും ഇതൊക്കെ അവരുടെയും ഫോക്ലോറിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സാണ്. സോ ആസ് എ ഇന്ത്യക്കാർക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അല്ലാണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് അയൺമാനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക, ഹൾക്ക് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. 10, 100, 200 കൊല്ലം മുന്നേ നമ്മുടെ ഒക്കെ ആൻസസ്റ്റേഴ്സിൻ്റെ കാലത്ത് ഉള്ള കെട്ടുകഥകളിലെ കഥാപാത്രങ്ങളെ ഈ ഒരു ഏറയിലെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ കുട്ടികളുടെ കുട്ടികളെ അവർക്കൊക്കെ മനസ്സിലാക്കാനുള്ള രീതിയിലൊരു മോഡേണിഫിക്കേഷൻ ചെയ്ത് സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നത് ടു ഇൻട്രസ്റ്റിംഗ് ഐഡിയ. ആൻഡ് ആ ഐഡിയ എത്രത്തോളം നന്നായി ചെയ്യും അതിലിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ വേസ്റ്റഡ് ഐഡിയ. അങ്ങനെയാണ് ശരിക്കും ആ ഒരു സംഭവം വരേണ്ടത്. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് പ്രോപ്പർലി. ഡൊമിനിക് ആൻഡ് ടീം ഹാസ് വോൺ ഇറ്റ്. പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് 12 മിനിറ്റായി. നമ്മുടെ നീലി അല്ലെങ്കിൽ ചന്ദ്ര, കല്യാണി പ്രിയദർശൻ, സൂപ്പർ എലഗൻ്റ്ലി ലുക്കിംഗ്. അതിനൊപ്പം തന്നെ ആ ക്യാരക്ടറിനെ പറ്റിയൊരു വർക്കാണ് പുള്ളിക്കാരത്തി ചെയ്തത്. പലരും പറയുന്നു ഷീസ് നോട്ട് അപ് ടു മാർക്ക്, ബട്ട് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് വേണ്ടത്. സോ അതിന് വേണ്ട എക്സ്പ്രഷനും ആക്ടിങ് ഒക്കെ പുള്ളിക്കാരത്തി ഡീസൻറ്റോ, പൊടിക്കും കുറവോ കൂടുതലോ ഒന്നുമല്ല, സെറ്റായിട്ടുണ്ട്. പിന്നെ കിളിയ സീനൊക്കെ വരുമ്പം പുള്ളിക്കാരത്തിനെ നന്നായി ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഷീസ് റിയലി ഗുഡ് ഫോർ സച്ച് റോൾസ്. ആക്ഷനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഈവൻതോ കുറേ ക്യാമറ പിടിച്ച് തിരിച്ച് മറച്ച് ഓടിച്ച് ചെയ്യുന്ന കുറേ ക്യാമറ വർക്ക്സ് ഉണ്ടേനും. കാരണം അത് ഒന്നാമത് റോബോട്ടിക് ക്യാമറ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ബട്ട് ബഡ്ജറ്റ് ഓഫ് കോഴ്സ്, സ്റ്റോറി ടെല്ലിങ്, വേൾഡ് ബിൽഡിംഗ് ആണ് ഇതിൻ്റെ കോർ. അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ലിമിറ്റേഷൻ വരും. സോ അതുകൊണ്ടായിരിക്കും. പക്ഷേ ആ ക്യാമറമാർക്കും ആക്ഷൻ സീക്വൻസ് കുറച്ചുകൂടെ നന്നാവണേനും. ഇറ്റ്സ് നോട്ട് വീക്ക് ബട്ട് കുഡ് ബി ബെറ്റർ. ഒരു ആവറേജ് ബിലോ ആവറേജ് ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ആയിട്ടാണ് തോന്നിയത്. ബട്ട് ഭാവി അടുത്ത് വരുന്ന പാർട്സിലൊക്കെ നന്നാക്കാം. പിന്നെ നസ്ലൻ കിടിലാണ് ആസ് യൂഷ്വൽ. ടൈലർ മെയ്ഡ് റോൾ ഫോർ നസ്ലൻ. ആ ഒരു ഇന്നസെൻസ്, ആ ഒരു പൊട്ടത്തരം ഒക്കെ റെഡി ആയി ചെയ്തു. നസ്ലൻ വളരെ കോമഡിക്കുള്ള സിനിമ. നമുക്ക് സ്റ്റോറി വൈസ് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുക, അതിനൊപ്പം തന്നെ നമ്മളെ ചിരിപ്പിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ മാറി ഷിഫ്റ്റ് ചെയ്ത് ഗൂസ് ബംസിനുള്ള എലമെൻറ്റ്സ് ഉണ്ട്, ചിരിക്കാനുള്ള അങ്ങനെയൊക്കെ ചെറിയ ജംപ് സ്കെയർസൊക്കെ ഉണ്ട്. വാമ്പയർ പോലത്തെ സീനൊക്കെ വരുമ്പം സഡൻ. അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായൊരു സാധനമാണ്. സോ അതിൽ കോമഡി എലമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയത് ചന്തു സലീംകുമാറും നസ്ലനും പിന്നെ അരുൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. ഇവരെല്ലാവരും കിടലാനാക്കിയത്. അതുപോലെ തന്നെ ചന്തു സലീംകുമാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു പഴയ മാതിരിയുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് കിടിലനായി ചെയ്തിട്ടുണ്ട്. അരുൺ അടിപൊളിയാണ്. സാൻഡി മാസ്റ്റർ ദ വില്ലൻ സൂപ്പർ. നമ്മുടെ ലിയോലെ ചാക്ലേറ്റ് കാഫി മച്ചാൻ പുള്ളിക്കാരന് കിടിലനാണ്. ടെറിഫിക് ഒരു വില്ലനാണ് വേണ്ടത്. ഒരു കാണുമ്പോൾ തന്നെ അറപ്പ് പോകുന്നത്. സോ അങ്ങനെ ഒരു അറപ്പ് പോകുന്ന ഒരു വില്ലനെ തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു പറ്റിയൊരു ക്യാരക്ടറാണ്. ആൻഡ് ബട്ട് കുഡ് ബി യൂസ്ഡ് മോർ. വേഗം റഷാക്കിയിട്ട് തീർത്തൊരു തേർഡ് ആക്റ്റായി തോന്നി. അപ്പോൾ അതിൽ തേർഡ് ആക്റ്റിൽ വില്ലനെ വേഗം ഒന്ന് തട്ടണം എന്നുള്ള രീതിയിൽ തട്ടിയ മാതിരി തോന്നി. ബട്ട് പുള്ളിക്കാരൻ അങ്ങ് കൊന്നു കളഞ്ഞിട്ടില്ല. നമ്മുടെ ഫിലിമിൽ എൻ്റെ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കടമറ്റത്ത് കത്തനാറിൻ്റെ ആ ഒരു വംശജൻ പുള്ളിക്കാരൻ്റെ എത്രയോ കണക്കിന് ആരൊക്കെയോ
എത്രയോ ഈവിൽസ് എന്താ ബോഡീസിനൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ആ ഒരു മോർച്ചറി പോലത്തെ മുറീൻ്റെ അകത്ത് നമ്മുടെ ഈ സാൻഡി മാസ്റ്ററിൻ്റെ ക്യാരക്ടറിനെയും കൊണ്ടിട്ടിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ ചത്തിട്ടുള്ള ഭാവിയിൽ നമ്മുടെ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലത്തെ ഒരു ഫൈറ്റൊക്കെ വരുമ്പം വില്ലന്മാരുടെ ടീമിലേക്ക് എങ്ങനെയെങ്കിലും റിവൈവ് ഒക്കെ ചെയ്ത് വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഹിൻഡ് ചെയ്തിട്ടാണ് അതും എൻഡ് ചെയ്യുന്നത്. പിന്നെ ക്യാമിയോസൊക്കെ ഒന്നിനൊന്ന് മെച്ചം. ടൊവിനോ കിഡിലൻ, നമ്മുടെ നൈറ്റ് ക്രോളർ, എക്സ്മാനിലെ നൈറ്റ് ക്രോളർ പോലെ ഒരു ലുട്ടാപ്പി പോലത്തെ ഒരു ഫണ്ണി ക്യാരക്ടർ. ബട്ട് അത് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഫണ്ണി മാത്രമല്ല കുറച്ച് സീരിയസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. സോ വെയിറ്റിംഗ്. ആ ഒരു ARMലെ മണിയൻ്റെ ലുക്കിലുള്ള ഒരു ചാത്തൻ ടൊവിനോൻ്റെ വേർഷൻ 300 എത്രയോ വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിക്കുന്നത് ആ ഒരു ARMൻ്റെ മണിയൻ്റെ ലുക്കുള്ള ചാത്തനെ കാണാനാണ്. സോ ടൊവിനോൻ്റെ ക്യാമിയോ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമിയോസ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാം. സീൻ മെയ്ഡ് ചെയ്തൊന്നും കിടിലനാണ്, അവിടെ ചെയ്ത VFX വർക്കും കിടിലനാണ്. ഒരു പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്കബിൾ ക്യാരക്ടറായിട്ട് മാറും. അതിന് പറ്റിയൊരു ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ടൊവിനോ. സോ ടൊവിനോയുടെ ക്യാമിയോ ആണ് എനിക്ക് ഏറ്റവും പടത്തിൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇന്നായം പോലെ സൗബിനൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചില്ല് കിട്ടി. സൗബിനൊക്കെ ഈ യൂണിവേഴ്സിൽ ഏത് ക്യാരക്ടർ ചെയ്യാന്നൊക്കെ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഭാവിയിൽ വരുന്ന സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാവും. സോ മിന്നായം പോലെ പിന്നെ അഹാനെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ശാന്തി ബാലകൃഷ്ണനെ കാണിച്ചിട്ടുണ്ട്, ബാലു വർഗീസിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ കിടിലനാണ് ക്യാമിയോസ്. പിന്നെ ഓഫ്കോഴ്സ് പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ ആസ് ആ നിഞ്ച. പുള്ളിക്കാരനും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ആണ് കാണിച്ചത്, യമൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതും നൈസായിട്ടുണ്ട്. ഭാവിയിൽ കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു ദുൽഖറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് അത്രയൊക്കെ അങ്ങ് ഏറ്റിട്ടില്ലെങ്കിലും സെറ്റായിട്ടുണ്ട്. പുള്ളിക്കാരന് ചേരുന്നുണ്ട് ആ ഒരു ലുക്ക്. ആക്ഷനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം. അത് അവരാക്കും തന്നെയാണ് ഉറപ്പ്. കാരണം ഇപ്പം തന്നെ പടം എത്രയോ 200 crores എടുത്തെത്തിയിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയിട്ട് 300 കോടിക്ക് അടിക്കുകയാണെങ്കിൽ ആ പൈസയൊക്കെ ഫുള്ളി സിനിമയിൽ അടുത്ത പാർട്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യും എന്നാണ് ദുൽഖർ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ഈസിലി ആക്ഷനും എല്ലാം മേക്കിംഗ് ഒക്കെ ഒരു 5-6 പടി ബെറ്റർ ആവും ഇതിലും. ഇപ്പം തന്നെ എത്ര ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇങ്ങനെയാണെങ്കിൽ മണ്ടടിക്കാനുള്ള സാധനങ്ങളൊക്കെ അവന്മാർ ഒരുക്കി വെക്കും. പിന്നെ ലാസ്റ്റ് നോട്ട് ബട്ട് ലീസ്റ്റ്, വെറും സെക്കൻഡുകളുടെ വോയിസിനെ കൊണ്ട് അന്ന് പടം തൂക്കിയ മുതൽ മലയാള സിനിമയുടെ മുത്തോൻ, ഈ സിനിമയിലെ മുത്തോൻ, ദ എൽഡർ മമ്മൂട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, മുത്തോന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഒരു നിക് ഫ്യൂരി എന്നൊക്കെ വേണം പറയാം. അവെഞ്ചേഴ്സിനെയൊക്കെ അസംബിൾ ചെയ്യുന്ന നിക് ഫ്യൂരി ഓഫ് ലോക യൂണിവേഴ്സ്, മുത്തോൻ. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഫീസ്റ്റ് പടം എസ് എ മലയാളി അങ്ങേയറ്റം പ്രൗഡ്. ഇന്ത്യൻ സിനിമ ലോക സിനിമേൻ്റെ മുന്നിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ സിനിമയുടെ ഒരു ജെം ഓഫ് എ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഫാൻറ്റസി ആക്ഷൻ ഫിലിം, ഒരു യൂണിവേഴ്സ് ഇതിനൊക്കെ തുടക്കം വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടർ, നീറ്റ് സ്റ്റാർട്ടർ ലോക സിനിമയുടെ മുന്നിൽ മലയാള സിനിമ അവതരിപ്പിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ദാറ്റ്സ് ഓൾ ഫോർ ദ റിവ്യൂ. പിന്നെ ജെയ്ക്സ് ബിജോയിനെ പറ്റി പറഞ്ഞപ്പം മറ്റൊരു ഈ സിനിമയുടെ നെടുന്തൂണ് പറയാണ്ട് പോയാൽ അതിന് ചെയ്യുന്ന വെച്ച് ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിമിഷ് രവി, ദ മാൻ, ഹീസ് ജസ്റ്റ് റിയലി സൂപ്പർ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണ് ഈ സിനിമേൻ്റെ സോൾ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ മ്യൂസിക്കും. അപ്പോൾ സിനിമാറ്റോഗ്രാഫി ഇല്ലെങ്കിൽ തന്നെ പോയി. ഇതിൻ്റെ മൂഡ് ഹോളിവുഡ് ലെവൽ ഫ്രെയിംസും ഇതൊക്കെ പിടിക്കണമെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അത്രയും പീക്ക് പണ്ണണം. അപ്പോൾ അങ്ങനെ ഒരു പീക്ക് പണ്ണിയ നിമിഷ് രവി, ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. നമ്മുടെ കൃഷ്ണകുമാർ സാർ, ചങ്ങായിനെ വിട്ടുകളയരുത്. നിങ്ങളെ മോളെ സെലക്ഷൻ ഈസ് ഗുഡ്. ഷീസ് എ റിയലി ടാലൻറ്റഡ് ഗായ്. ഇഫ് യു നോ അറിയുന്നവർക്കറിയാം. സോ നിമിഷ് രവി, ജെയ്ക്സ് ബിജോയ്, ഡൊമിനിക് അരുൺ, ഇവന്മാർ ആണ് ആ മറ്റേ 3 ഡ്രാഗൺ മീം ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവന്മാരെ 3 ആളുകൾക്ക്. ഇവന്മാരുടെ പീക്ക് പണ്ണലിൽ ഏതാനും സ്റ്റാർസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ദുൽഖർ സൽമാൻ ആസ് എ നെടുന്തൂണ് ടു സപ്പോർട്ട് ടു പ്രൊഡ്യൂസ് ഈ പടത്തിന് വേണ്ട സാധനങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ എല്ലാ മലയാളികൾക്കും ഒരു ഗംഭീരമായ ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫ് മലയാള സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ആൻഡ് ആസ് എ കിഡിലൻ ബിഗിനർ ടു എ യൂണിവേഴ്സ്, അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ. എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. സോ കൂടുതൽ തിയറീസും കാര്യങ്ങളൊക്കെ സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ചെയ്തു തുടങ്ങുന്നുണ്ടാവും. സോ മാർവലിനും DC സിനിമ, എസ്പെഷ്യലി മാർവലിൻ്റെ സിനിമയൊക്കെയാണ് നമ്മളിങ്ങനെ അടുത്തത് എന്ത് വരുന്നു, അടുത്ത ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇനിയിപ്പോൾ എന്താവും ഇവരുടെ ഫ്യൂച്ചറിനൊക്കെ നമ്മളിങ്ങനെ ഉറക്കമില്ലാണ്ടൊക്കെ തിയറി ഉണ്ടാക്കിയ കാലം മാർവലിൻ്റെയൊക്കെ ആയിരുന്നു. അതിനുശേഷം മാർവലൊക്കെ ഡൗൺ ആയതിനു ശേഷം നമ്മളങ്ങനെ തിയറി അങ്ങനെ ചിന്തിച്ച് പോകാനുള്ളത് നമ്മൾ മലയാളികളൊക്കെ വിട്ടുപോയി. അപ്പം മലയാളികൾക്ക് അങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ ഒരു യൂണിവേഴ്സ്
സ്വന്തം മലയാള നാട്ടിൽ നിന്ന് തന്നെ വന്ന് ഇറ്റ്സ് റിയലി സർപ്രൈസിങ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് പ്രൗഡ്, ദാറ്റ്സ് ഓൾ, പ്രൗഡ്ഫുൾ. അപ്പം ഇനിയിപ്പോൾ തിയറികളിലേക്ക് വരവായിരിക്കും ഒ ടി ടി വന്നാൽ. ആൻഡ് ബെറ്റർ നോട്ട് വെയിറ്റ് ഫോർ ഒ ടി ടി. തിയേറ്ററിൽ ഇതിൻ്റെ ഗംഭീര എക്സ്പീരിയൻസ് ചെയ്യുക, ശേഷം ഒ ടി ടി വന്നതിന് ശേഷം റിപ്പീറ്റ് വായിച്ച് കണ്ട് നിങ്ങൾ തിയറിയൊക്കെ ഉണ്ടാക്കിക്കോ. സോ കിടിലനാണ്. ഇന്ത്യക്കാർ മൊത്തം ഇപ്പോൾ ഇന്ത്യയിലെ നോർത്തും സൗത്തും എല്ലാവരും ഒരുമിച്ച്, ഹിന്ദി ഓഡിയൻസും തമിഴ് ഓഡിയൻസും എല്ലാവരും ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അവർ തന്നെ ഹിന്ദിക്കാരൊക്കെ കുറേ ഇതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് യൂണിവേഴ്സിനെ പറ്റി തിയറി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. വി യൂസ് ടു പ്രേ ഫോർ സച്ച് ടൈംസ് ലൈക്ക് ദീസ്. മലയാളികൾ നമ്മുടെ സിനിമേനെ വയൊക്കെ ഇൻഡസ്ട്രിക്കാരൊക്കെ അതിൻ്റെ ഭാവിയൊക്കെ എന്താവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി തിയറി വീഡിയോസൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു എന്നായിരിക്കും നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു കാലം എന്നൊക്കെ വിചാരിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് ദ ബിഗിനിങ്. ദാറ്റ്സ് ഓൾ. സോളിഡ് 3.5 or 3.7 out of 5 for Loka Chapter 1 Chandra. And it was a really unexpected black horse of peak good cinemas race in 2025. ബാക്കി ഇൻഡസ്ട്രികളൊക്കെ അങ്ങനെ നല്ല നല്ല സാധനങ്ങൾ, ഈവൻ ഹോളിവുഡ് ഒന്നും തരാണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം തരാണ്ടിരിക്കുമ്പോൾ മലയാള നാട്ടിൽ നിന്ന് മലയാളികളെ ഒരു സിനിമ ഇങ്ങനെ പെട്ടെന്ന് സർപ്രൈസിംഗ്ലി വന്ന് ഒരു ഗിഫ്റ്റ് തരുമ്പം ഫീൽസ് റിയലി ഗുഡ്. സോ അത്ര ഉള്ളൂ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മൈൻഡ് കൊണ്ട് തന്നെ ലോക സിനിമ എനിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. നിങ്ങളങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങളുടെ തോട്ട്സ് എന്താണ്, ഫിലിമിൻ്റെ എക്സ്പീരിയൻസ്, ഫിലിമിനെ പറ്റി നിങ്ങളുടെ തോട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അൺടിൽ വി സീ ഇൻ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ജോൺ ഫ്ലെക്സ് സൈനിങ് ഓഫ് ഫ്രം എൻസിനിക്ലോപീഡിയ.